കേരളത്തിൽ അത്യപൂർവമായി മാത്രം കെട്ടിയാടുന്ന തെയ്യങ്ങളിലൊന്നാണ് മൂകാംബിക ഗുളികൻ. മൂകാംബിക ദേവിയുടെ തെയ്യക്കോലമായി കണക്കാക്കുന്ന ഗുളികൻ തെയ്യം കർണാടകത്തിലും കാസർഗോഡിന്റെ വടക്കൻ മേഖലകളിലും മാത്രമാണ് കെട്ടിയാടുന്നത്. തെയ്യത്തിന്റെ അഗ്നിപ്രവേശമാണ് പ്രധാന ചടങ്ങ്. മൂകാംബിക ദേവിയുടെ അസുരനിഗ്രഹത്തിനൊപ്പം അനുഗമിച്ച ഗുളികന്റെ ആത്മാർത്ഥതയിൽ സംപ്രീതയായ ദേവി കെട്ടുകോലത്തിന് അനുമതി നൽകിയെന്നാണ് ഐതിഹ്യം. ഭക്തന്മാർക്ക് ആരാധിച്ചുകൊണ്ട് എല്ലാ സമുദായക്കാർക്കും വരുന്നില്ല. ഇത് നമ്മളെ ഈ സമുദായക്കാരും പിന്നെ തുളു സമുദായക്കാരും ഈ തെയ്യം കെട്ടി ആടിക്കലുണ്ട്. ഇത് കൊല്ലൂർ മൂകാംബിക ദേവി അത് 7-ാം വർഷത്തിൽ കുളിയനായത്. മുക്കാസുരനെ കൊന്നിട്ട് അങ്ങനെ മൂകാംബിക കുളിയനായത്. ചുവപ്പും വെള്ളയും കറുപ്പും നിറങ്ങൾ ചേർത്താണ് തെയ്യത്തിന്റെ മുഖത്തെഴുത്ത്. മുഖത്തെഴുത്ത് പൂർത്തിയാക്കിയാൽ കുരുത്തോലയിൽ തീർത്ത ആടയാഭരണങ്ങൾ ചാർത്തും. കവുങ്ങ് നീളത്തിൽ മുറിച്ച് 15 മീറ്ററോളം നീളത്തിൽ കെട്ടിയെടുത്താണ് അഗ്നിയൊരുക്കുന്നത്. അസുരാനുഗ്രഹത്തിന് പിന്നാലെ മൂകാംബിക ദേവി അഗ്നിശുദ്ധി വരുത്തിയെന്നാണ് വിശ്വാസം. 15 മീറ്ററോളം നീളത്തിലുള്ള കവുങ്ങ് കെട്ടി കത്തിത്തീരുന്നതുവരെ തെയ്യക്കോലം തീയിലേക്ക് എടുത്തു ചാടും. അപൂർവമായി മാത്രം കെട്ടിയാടുന്ന തെയ്യമായതിനാൽ കർണാടകയിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ഭക്തർ തെയ്യം കാണാനെത്തി. ന്യൂസ് മലയാളം, കാസർഗോഡ്.